11 മണിക്കാണ് ജി സുധാകരൻ മാധ്യമങ്ങളെ കാണുന്നത്. അതിനു മുമ്പ് നമ്മൾ പോകുന്നത് സംസ്ഥാനം നേരിടുന്ന അതീവ ഗുരുതരമായ ഒരു പ്രതിസന്ധിയിലേക്കാണ്. മറ്റൊന്നുമല്ല, പശ്ചിമേഷ്യൻ പ്രശ്നങ്ങൾ അത് രാജ്യത്തുണ്ടാക്കുന്ന പ്രതിസന്ധി പല രൂപത്തിലാണ്. കേരളത്തിലേക്ക് വരുമ്പോൾ അത് പാചകവാതക ക്ഷാമം അതിരൂക്ഷമെന്ന അവസ്ഥയിലേക്ക് വരികയാണ്. പല പ്രധാനപ്പെട്ട ഹോട്ടലുകളും അടച്ചിടേണ്ട അവസ്ഥയാണ്. കാറ്ററിംഗ് സ്ഥാപനങ്ങൾ പലതും വീണു കഴിഞ്ഞു. കാരണം പ്രവർത്തിക്കാൻ പാചകവാതകം കിട്ടാനില്ല. ചിലരൊക്കെ വിറകുന്ന പരമ്പരാഗത മാർഗത്തിലേക്ക് മാറുന്നുണ്ടെങ്കിലും അതിനും ലഭ്യതക്കുറവുണ്ട്. സ്വാഭാവികമായും ഗ്യാസ് ഇല്ലാത്തത് കൊണ്ട് സ്ഥാപനങ്ങൾ അടച്ചിടുന്നു. ഇതോടുകൂടി സംഭവിക്കുന്നത് ആ മേഖലയിലെ തൊഴിലാളികളെ അടക്കം ബാധിക്കുന്ന അവസ്ഥയിലേക്കാണ്. ഹോസ്റ്റലുകളും അടച്ചിടുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് കുട്ടികളോട് ജാഗ്രത പുലർത്തണം എന്ന കാര്യം മാനേജ്മെൻറ്റുകൾ പലയിടത്തും അറിയിച്ചും കഴിഞ്ഞിട്ടുണ്ട്. ഇതിനിടയിൽ സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിക്ക് കത്തെഴുതിയിട്ടുണ്ട്. പ്രതിസന്ധി പരിഹരിക്കണം, അടിയന്തരമായി ഇടപെടണം. ഇന്ന് ഇടതുമുന്നണി വിവിധ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ വലിയ പ്രതിഷേധം സംഘടിപ്പിക്കുന്നതുമുണ്ട്. ദേശീയ തലത്തിലും പ്രതിഷേധം ഒട്ടും കുറവല്ല. പല പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലും വലിയ നീക്കങ്ങളാണ്. പ്രത്യേകിച്ച് തമിഴ്നാടാവട്ടെ, കർണാടകമാവട്ടെ, പശ്ചിമ ബംഗാളാവട്ടെ, ഇത്തരത്തിൽ BJP ഇതര സംസ്ഥാനങ്ങൾ കൂടുതൽ ശക്തമായ നീക്കം ഈ വിഷയത്തിൽ സംഘടിപ്പിക്കുന്നതുമുണ്ട്. അതായത് പശ്ചിമേഷ്യയിൽ സംഘർഷമുണ്ടാകും എന്നറിഞ്ഞിട്ടും മുൻകരുതൽ സ്വീകരിച്ചില്ല എന്നതാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ ചില കരുതൽ നടപടികളുമുണ്ട്. പക്ഷേ അതൊന്നും തൽക്കാലം ഫലം കണ്ടിട്ടില്ല എന്നതാണ് സൂചന. നമുക്ക് വിശദമായി പരിശോധിക്കാം എന്താണ് സംസ്ഥാനത്തിൻ്റെ പൊതുവായ സാഹചര്യമെന്ന്. നോക്കൂ, സംസ്ഥാനത്തിൻ്റെ സാഹചര്യം വരുമ്പോൾ ഹോട്ടലുകളാണ് ഏറ്റവും പ്രധാനമായി ഇതിൻ്റെ വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്നത്. ആദ്യഘട്ടത്തിൽ ഗ്യാസിന് വിലവർദ്ധനവ് വന്നപ്പോൾ തന്നെ അവർ ഉൽപ്പന്നങ്ങളുടെ വില അല്പം കൂട്ടിയിട്ടുണ്ട്. ഭക്ഷണ പദാർത്ഥങ്ങളുടെ വില ഉയർത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയും പ്രവർത്തിക്കാൻ കഴിയില്ല. കാരണം ഗ്യാസ് കിട്ടാനാവില്ല. ഇതോടുകൂടി ഹോട്ടലുകൾ പലതും അടച്ചിടേണ്ട അവസ്ഥയാണ്. വടക്കൻ കേരളത്തിലാണ് ഇത് ഏറ്റവും ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. പ്രത്യേകിച്ച് അവിടെ നൊയമ്പ് കാലമാണ്, പെരുന്നാൾ കാലമാണ്. സ്വാഭാവികമായും അത് വൈകുന്നേരങ്ങളിൽ ഏറ്റവും സജീവമാവുന്ന ഹോട്ടലുകളുടെ ഒക്കെ പ്രവർത്തനത്തെ അത് ബാധിച്ചിരിക്കുകയാണ്. എന്താണ് മലപ്പുറത്തെ സാഹചര്യം? നമുക്ക് നോക്കാം. പാചകവാതകക്ഷാമം ഹോട്ടലുകളെ ശരിക്കും ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. മലപ്പുറത്ത് പൊതുവെ റമദാൻ മാസത്തിലെ ഹോട്ടലുകൾ കുറവാണ്. നമ്മളുള്ളതിപ്പോൾ കാവുങ്ങലിലെ അപ്പുണ്ണിയുടെ കടയിലാണ്. ഇവിടെ എല്ലാ സമയത്തും നല്ല തിരക്കുള്ളതാണ്. ഉച്ചവരെ രാവിലത്തെ ഭക്ഷണവും ഉച്ചയ്ക്കുള്ള ഭക്ഷണമൊക്കെ ഇവിടെ സമൃദ്ധമായിട്ട് കൊടുക്കുന്ന ഒരിടമാണ്. നമുക്കിവിടെ ഗ്യാസ് ഷോർട്ടേജ് എങ്ങനെയാണ് ഇവരെ ബാധിച്ചിട്ടുള്ളതെന്ന് ചോദിക്കാം. അവേട്ടാ, എന്താണ് ഗ്യാസ് കുറഞ്ഞതിൻ്റെ ഒരു അവസ്ഥ? ഞങ്ങൾക്കിപ്പോൾ ഗ്യാസ് കുറവ് ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ വിറകടുപ്പിലേക്ക് മാറേണ്ട ഗതി വന്നു. ഗ്യാസ് കിട്ടാത്തതുകൊണ്ട് ഇപ്പോൾ 5 കുറ്റി കിട്ടുന്നിടത്ത് 1 കുറ്റി ഒരു തരുന്നുള്ളൂ. അതില്ല, എല്ലാവർക്കും കൊടുക്കണം. അവരെന്നെ ഇപ്പോൾ ഗ്യാസിന് വില കൂടി 2100 രൂപയ്ക്കാണ് വലിയ കുറ്റി കിട്ടുന്നത്. ഏത് ഗ്യാസാണ്? പ്രൈവറ്റ് ഗ്യാസാണ്? പ്രൈവറ്റ് ഗ്യാസ്, മറ്റേ ഇന്ത്യൻ്റെ വലിയ കുറ്റിയില്ല, അത് അതേമാതിരി മറ്റേ ഭാരതി ഗ്യാസ് HBന് വലിയ കുറ്റി, കൊമേഴ്ഷ്യൽ കുറ്റി. ഇപ്പോൾ 2000 സാധാരണ എത്ര കുറ്റി വേണം ഒരു ദിവസം? ഒരു ദിവസം 2 കുറ്റി എടുത്ത് വേണ്ടിയിരുന്നു ദിവസം. ഇപ്പോൾ വിറകിലേക്ക് മാറിപ്പോൾ ഇനിയിപ്പോൾ കിട്ടാനിട്ട് ഞാൻ പൊറോട്ടൊക്കെ കഴിഞ്ഞ് വിറകടുപ്പിലേക്ക് ആക്കി നോക്കേണ്ടത്. ഈ വിറകിന് ഷോർട്ടേജ് ഉണ്ടോ? വിറകിന് വില കൂടും. എന്താ വെച്ചാൽ ഇപ്പോൾ അവരെ വിറക് കിട്ടാക്കുമ്പോൾ വിറകിന് ഉപയോഗം കൂടുമ്പോൾ അതിന് മില്ലാർ വിറക് കൂട്ടും. 1 കുറ്റി മാത്രമേ കിട്ടുന്നുള്ളൂ ഗ്യാസ്? 1 കുറ്റി കിട്ടുന്നുള്ളൂ. അപ്പോൾ 1 കുറ്റി ഇപ്പോൾ കിട്ടുന്നുള്ളൂ. അതിന് വില കൂടും ചെയ്തു അല്ലേ? അതിന് വില കൂടി. ഇനിയിപ്പോൾ 4 ദിവസം കഴിഞ്ഞിട്ട് കിട്ടുള്ളൂ. തിങ്കളാഴ്ച കഴിഞ്ഞ് അവർ തരുള്ളൂ. അടുക്കളയിലൊന്ന് നോക്കാം നമുക്ക്. ഇതിപ്പോൾ ഇതൊക്കെ അടുപ്പ് തന്നെയാണല്ലേ പ്രധാനമായിട്ടുള്ള? കറി ഉണ്ടാക്കലൊക്കെ അടുപ്പിലേക്ക്? കറി ചോറൊക്കെ ഉണ്ടാക്കൽ അടുപ്പ് തന്നെയാണ്. എന്തൊക്കെയാ ഇപ്പോൾ ഗ്യാസിൽ സാധാരണ ഉണ്ടാക്കാറുള്ളത്? ഗ്യാസിൽ പൊറാട്ടയും ചായയും പിന്നെ അതേമാതിരി മീൻ വറുക്കലൊക്കെ അല്ലേ? ഇത് എന്നും അടുപ്പ് തന്നെയാണോ സാധാരണ ഗതിയിൽ? മിക്കവാറും ബാധ്യതയുണ്ട്. ഇപ്പോൾ ഗ്യാസ് കിട്ടാത്തതുകൊണ്ട് ഇപ്പോൾ കുറേ ആയിക്ക് മാറി. ഈ അടുപ്പിൽ കൂടുമ്പോഴേ ഈ വിറക് എവിടുന്ന സാധാരണ വാങ്ങിക്കണം? വിറക് ഇടവണ്ണിൽ നിന്ന് മില്ലിൽ നിന്ന് കൊണ്ടുവരലാണ്. അപ്പോൾ മില്ലാർ വില കൂട്ടുന്നു. കിലോയ്ക്കല്ലേ? അല്ല, ഒരു വണ്ടിക്ക് ഉണ്ടല്ലോ, 6500 രൂപ ചെറിയ വണ്ടിക്ക്. ഇപ്പോൾ കൂടും. ഇങ്ങനെ വെച്ചാൽ വിറകിന് ഉപയോഗം കൂടുമ്പോൾ ഇങ്ങനെ കൂടി വരും. വലിയ പ്രശ്നമാണ്. പ്രശ്നം നമുക്ക് ഇതാ ഇവിടെ അടുപ്പിലാണ് ഉച്ചയ്ക്കുള്ള കറിയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും ഗ്യാസിലായ മുതലാവില്ലല്ലേ? അടുപ്പ് തന്നെ ഉണ്ടാക്കുക. പിന്നെ ഇവിടെ വെക്കാൻ സൗകര്യമില്ല, അടുക്കള ചെറുതന്നെ. പക്ഷെ പൊറോട്ട ഗ്യാസിൽ തന്നെയാണ് അല്ലേ? പൊറോട്ട ഗ്യാസിൽ സദാ ചൂടായിട്ട് കിടക്കണം അല്ലേ? നല്ല ചൂടായി കിടക്കണം. അപ്പോൾ ഈ സാധാരണ 2 കുറ്റിയാണ് ഒരു ദിവസം ആവശ്യം വരാറ്. പക്ഷെ അതിനൊക്കെ ഇപ്പോൾ വലിയ ക്ഷാമം വരുന്നൊരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ സാധാരണ ഗ്യാസിൽ ഉണ്ടാക്കുന്നതൊക്കെ ഇനിയിപ്പോൾ അടുപ്പിലേക്ക് മാറ്റേണ്ട അവസ്ഥയാണ് ഇവരെന്ന് പറയുന്നു. വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് മലപ്പുറത്തെ ഓരോ കടകളിലും ഓരോ തുറന്നിരിക്കുന്ന ഹോട്ടലുകളിലൊക്കെ ഇതേ അവസ്ഥ തന്നെയാണുള്ളത്. പക്ഷേ ഇനിയുള്ള ദിവസങ്ങളിൽ ഗ്യാസ് ഷോർട്ടേജ് ഇതേപോലെ
ഗ്യാസ് ഇതേപോലെ തന്നെ കിട്ടാതായി കഴിഞ്ഞാൽ വിറകിൻ്റെ വില കൂടുമോ എന്നുള്ളതാണ് അടുത്തതായിട്ട് ഇവിടെ ഉയരുന്ന ഒരാശങ്ക. അഖിലോട്ട് പറയൊപ്പം CV അനുമോദ്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.